നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മുംബൈയെ നടുക്കിയ ബോട്ട് അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ മലയാളി കുടുംബവും ഉൾപ്പെട്ടിട്ടുള്ളതായാണ് വിവരം. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 6 വയസ്സുകാരൻ തന്റെ മാതാപിതാക്കൾക്കായി കാത്തിരിക്കുകയാണ്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടി തന്റെ മാതാപിതാക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയിച്ചത്. JNPT ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ് ദ്വീപിലേക്ക് പോയ നീൽകമൽ എന്ന ബോട്ടിലേക്ക് നേവിയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ യാത്രാ ബോട്ട് തല കീഴായി മറിയുകയും പൂർണ്ണമായി മുങ്ങുകയുമായിരുന്നു. 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 101 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇതിൽ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരിൽ 3 നാവികസേനയുടെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തെക്കുറിച്ച് നാവികസേന പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. കടലിൽ എഞ്ചിൻ ട്രെയിനിനിടെ സ്പീഡ് ബോട്ടിൽ തകരാറുണ്ടാകുകയും നിയന്ത്രണം വിട്ട് ബോട്ടിൽ ഇടിക്കുകയുമായിരുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. നേവിയുടെ സ്പീഡ് ബോട്ട് ഓടിച്ചിരുന്നയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ നാവികസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. മലയാളി കുടുംബം മുംബൈയിൽ എത്തിയത് വിനോദസഞ്ചാരത്തിനായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ്.